ഇന്നുണ്ടല്ലോ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ചായ കുടിക്കാന്ന് പറഞ്ഞ് ഇറങ്ങിയതാട്ടോ. വരുന്ന വഴിക്ക് പകുതി എത്തിയപ്പോൾ തീരുമാനം മാറ്റി ചായ കുടിക്കുന്നതിന് പകരം അവിൽ മിൽക്കും പാനിപ്പൂരിയൊക്കെ കഴിക്കാന്ന് വിചാരിച്ചു. ചെറിയൊരു കടയാട്ടോ. കടയുടെ ഉള്ളിൽ കയറിയിരിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല, പുറത്തായിരുന്നു കേട്ടോ കസാര ഇട്ടിട്ടുണ്ടായിരുന്നത്. ചെറിയൊരു കടയാണെങ്കിലും ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ കഴിക്കാൻ വേണ്ടിയിട്ട്. പാനിപ്പൂരി ഉണ്ടായിരുന്നു, ഫലൂദി ഉണ്ടായിരുന്നു, അവിൽ മിൽക്ക് ഉണ്ടായിരുന്നു, ചായയും കടികളും ഉണ്ടായിരുന്നു, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നേ. ഞങ്ങൾ പോയ സമയത്ത് മഴയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ചു നേരം അവിടെ പോയിരുന്ന് ഓർഡറൊക്കെ കൊടുത്തതിന് ശേഷം മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഉള്ളിൽ കയറിയിരിക്കാൻ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ കടയുടെ സൈഡിലേക്ക് മാറി നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ അവിൽ മിൽക്കും പാനിപ്പൂരി ആയിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പാനിപ്പൂരി ഞാനും ഡൈനെ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ പിള്ളേരൊന്ന് ടേസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. പിള്ളേർ അധികം കഴിച്ചത് അവിൽ മിൽക്കാണ്. മഴ കാരണം ഓട്ടോയിൽ കയറിയിരുന്ന കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. മുമ്പ് കഴിച്ചിട്ടുള്ള പാനിപ്പൂരിയുടെ ഒക്കെ കൂടെ കിട്ടുന്ന പാനി നല്ല പുളിയുള്ളൊരു പാനിയായിരുന്നു കേട്ടോ. പക്ഷെ ഈ കടയിൽ നിന്ന് കഴിച്ച പാനിക്ക് ചെറിയ മധുരവും പുളിയൊക്കെ ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ഉള്ള പാനിയായിരുന്നു. ഈ ചേട്ടായി ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പാനിപ്പൂരി. സബിൻ ചേട്ടായി പിന്നെ തൊട്ട് നോക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാനും ഡയനയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് കൂടുതലും പാനിപ്പൂരി. ഇപ്പൊ നല്ല മഴയൊക്കെയാണല്ലോ, അപ്പൊ ചുമ്മാ ഇങ്ങനെ വീട്ടിലിരുന്നപ്പോ പുറത്തു പോയി ഒരു ചായ കുടിക്കാന്നും പറഞ്ഞ് ഇറങ്ങിയതാണ് ഞങ്ങള്. ഇടയിൽ ചെറുതായിട്ടൊരു മഴ പെയ്തു എന്നുള്ളത് ഒഴിച്ചാൽ ബാക്കിയൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അവിടുന്ന് ഐസ്ക്രീം ഒക്കെ കഴിച്ച് ഇനിയിപ്പോ പതുക്കെ തിരിച്ചു പോവാണ്. ഈ മഴയും തണുപ്പൊക്കെ ഉള്ളപ്പം ഐസ്ക്രീം ഒക്കെ കഴിച്ചോണ്ടാന്ന് തോന്നുന്നുണ്ട്. എനിക്ക് ചെറിയ പനിയും തൊണ്ടവേനയൊക്കെ ആയിട്ടിരിക്കുവാണ്. പനിയുടെ ഒരു ക്ഷീണം നിങ്ങൾക്ക് എന്റെ വോയിസിൽ മനസ്സിലാവുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തട്ടെ. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.